സോഷ്യോളജിക്കൽ തിയറി ആൻഡ് കോൺസെപ്റ്റ്സിൻ്റെ യൂണിറ്റ് 7 ആണ് നമ്മൾ ഇനി അടുത്തത് നോക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഫങ്ഷണലിസത്തിൻ്റെ ക്രിറ്റിസിസം ആണ് പറയുന്നത്. അപ്പോൾ ഫങ്ഷണലിസം ഹിസ്റ്റോറിക്കലാണ്, അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് ഒക്കെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, ഹാർമണി ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കൺസർവേറ്റീവ് ബയസ് ഉണ്ട്, ലൈക്ക് സ്റ്റാറ്റസ് കോ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ കുറേ ക്രിറ്റിസിസം ഉണ്ട്. ഓൾസോ ഒരു ഇൻഡിവിജ്വൽ ഏജൻസി ആയിട്ട് അതിനെ ഓവർലുക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ കോൺഫ്ലിക്ട്സും കോംപ്ലക്സ് സൊസൈറ്റീസും ഒക്കെ അവർ ഒരുപാട് ഓവർലുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ക്രിറ്റിസിസം വന്നേക്കുന്നത്. ഓൾസോ അതൊരു ടെലിയോളജിക്കൽ എക്സ്പ്ലെയിനിങ് ഫിനോമിന ആയിട്ടാണ് കാണപ്പെടുന്നത് ബിക്കോസ് ഓഫ് ദെയർ പർപ്പസസ് ആൻഡ് ടോട്ടോളജിക്കൽ, അതായത് സർക്കുലർ റീസണിങ്. പിന്നെ നിയോ ഫങ്ഷണലിസത്തിൻ്റെ തീസിസ് പറയുകയാണെങ്കിൽ 1980s ഇത് എമേർജ് ചെയ്തേക്കുന്നത്. നിയോ ഫങ്ഷണലിസം ജെഫ്രി അലക്സാണ്ടറും പോൾ കൊളോമിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾസോ ഈ നിയോ ഫങ്ഷണലിസത്തെ റിവൈസ് ചെയ്തിട്ട് കോൺഫ്ലിക്ട്സ്, അതുപോലെ തന്നെ ചേഞ്ച്, ഇൻഡിവിജ്വൽ ഏജൻസിയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നിയോ ഫങ്ഷണലിസം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ജർമ്മനിയിൽ നിക്ലസ് ലൂമാനും ജോഗൻ ഹേബമാസും ഫങ്ഷണലിസം ബ്ലെൻഡ് ചെയ്തിട്ട് സിസ്റ്റംസ് തിയറിയും കൾച്ചറൽ പെർസ്പെക്റ്റീവ്സുമായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിയോ ഫങ്ഷണലിസം സൊസൈറ്റീനെ ഒരു ഡൈനാമിക് സിസ്റ്റമായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഈ ഡൈനാമിക് സിസ്റ്റത്തിൽ എലമെൻറ്റ്സ് ഒക്കെ ഇൻട്രാക്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഡിറ്റർമിനിസം പ്രൊജക്റ്റ് ചെയ്തിട്ടുമുണ്ട്, പ്ലൂറലിസത്തെ എംഫസൈസ് ചെയ്തിട്ടുമുണ്ട്, ലൈക്ക് ഫോക്കസും ചെയ്തിട്ടുണ്ട്. നിയോ ഫങ്ഷണലിസത്തിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കുകയാണെങ്കിൽ നിയോ ഫങ്ഷണലിസത്തിൻ്റെ ഫ്ലോസ് കോൺഫ്ലിക്റ്റും ചേഞ്ചുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തേക്കുവാണ്. പക്ഷേ ക്രിട്ടിക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷണലിസ്റ്റ് അസംഷൻസിന് ഇപ്പോഴും ടൈ ചെയ്ത് കിടക്കുവാണ് നിയോ ഫങ്ഷണലിസം എന്നാണ്. അതായത് ഇൻഡിവിജ്വൽസിനെ റിയാക്റ്റിംഗ് ആൻഡ് പ്രയോറിറ്റൈസിങ് ഓർഡറിൽ തന്നെയാണ് കാണുന്നതെന്നും അലക്സാണ്ടർ ഒക്കെ പറയുന്നത് ഒരു ടെൻഡൻസിയാണ്, ഒരു യൂണിഫൈഡ് തിയറി അല്ല എന്നാണ്. ഫ്യൂച്ചർ സോഷ്യോളജിക്കൽ തിയറീസ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. Suggesting future sociological theory to be മൾട്ടി ഡയമെൻഷണൽ എന്നാണ് ആ ലാസ്റ്റ് പാർട്ടി വന്നേക്കുന്നത്. അപ്പോൾ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഫ്യൂച്ചർ സോഷ്യോളജിക്കൽ തിയറീസ് അലക്സാണ്ടർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. മൂവിങ് ടു ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇൻ ദാറ്റ് ചാപ്റ്റർ, റാഡ്ക്ലിഫ് ബ്രൗൺസ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് എംപിരിക്കൽ റിയാലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നുണ്ട്. റാഡ്ക്ലിഫ് ബ്രൗൺ ആണെങ്കിൽ സോഷ്യൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തേക്കുന്ന ഒരു കോൺക്രീറ്റ്, അതുപോലെ തന്നെ ഒബ്സർവബിൾ ആയിട്ടുള്ള സെറ്റ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്സ് എമോങ് പീപ്പിൾ ആയിട്ടാണ്. ലൈക്ക് ഇതിനകത്ത് സോഷ്യൽ റോൾസും ബയോളജിക്കൽ ഇൻഡിവിജ്വൽസ് അല്ല, മറിച്ച് സോഷ്യൽ റോൾസിനെയാണ് എംഫസൈസ് ചെയ്തേക്കുന്നത്. ഓൾസോ സോഷ്യൽ ആന്ത്രോപോളജീനെ ഒരു നാച്ചുറൽ സയൻസ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചറിനെ എംപിരിക്കലി റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനും, അതുപോലെ തന്നെ ലൈക്ക് ഒരു ബയോളജിയിൽ ഓർഗാനിസത്തെ പഠിക്കുന്നത് പോലെ സോഷ്യൽ സ്ട്രക്ചറിനെ എംപിരിക്കലി പഠിക്കണം എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ റോൾ, അതായത് ഒരാൾ പേരൻ്റ് ആണ്, സിറ്റിസൺ ആണ്, ഫാദറാണ്, ഗ്രാൻഡ് ഫാദറാണ്, അങ്ങനെ ഒരാൾക്ക് മൾട്ടിപ്പിൾ റോൾസ് ഉണ്ടാവും. അങ്ങനെ മൾട്ടിപ്പിൾ റോൾസ് ഉള്ള ആൾക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സും ഉണ്ടായിരിക്കും. അതാണ് അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചറിനെ എംപിരിക്കലി പഠിക്കണമെന്ന്. ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ആണ്. ലൈക്ക് ഒരു പേഴ്സൺ ടു പേഴ്സൺ റിലേഷൻഷിപ്പ് സോഷ്യൽ സ്ട്രക്ചറിനകത്ത് ഉണ്ടായിരിക്കും. പിന്നെ ഡൈനാമിക് കമ്മ്യൂണിറ്റി, സോഷ്യൽ സ്ട്രക്ചർ കുറച്ച് നാളും കൂടി ഉണ്ടാവും, കുറച്ചും കൂടെ ഡൈനാമിക് ആയിരിക്കും, ചേഞ്ചസ് ഉണ്ടായിരിക്കും, ബട്ട് കുറച്ചും കൂടെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. തേർഡ് വൺ, സ്ട്രക്ചറൽ ടൈപ്പ് വേഴ്സസ് സോഷ്യൽ സ്ട്രക്ചർ. ഈ സ്പെസിഫിക് ഒബ്സർവബിൾ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റീനെ അബ്സ്ട്രാക്റ്റ് സ്ട്രക്ചറൽ ടൈപ്പായിട്ട്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സൊസൈറ്റീസിനെ കമ്പയർ ചെയ്ത് ജനറൽ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ മെത്തഡോളജി ആയിട്ട് കമ്പാരറ്റീവ് മെത്തേഡാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒന്നാമത് ഇൻറ്റൻസീവ് സ്റ്റഡി ഓഫ് എ സൊസൈറ്റി സോഷ്യൽ സ്ട്രക്ചറും, രണ്ടാമത് സ്ട്രക്ചറൽ ടൈപ്പിൻ്റെ അബ്സ്ട്രാക്ഷനും, പിന്നെ സ്ട്രക്ചറൽ ടൈപ്സ് അക്രോസ് സൊസൈറ്റീസ് ടു ഡിറൈവ് ജനറൽ ലോസ് ഓഫ് ഹ്യൂമൻ സൊസൈറ്റിയുടെ കമ്പാരിസണുമാണ് ഇതിനകത്ത് പറയുന്നത്. സോഷ്യൽ സ്ട്രക്ചറിൻ്റെ കീ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റാഡ്ക്ലിഫിൻ്റെ ആ ഒരു ഐഡിയയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്.